അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് എൻഗൾഫിംഗ് പാറ്റേൺ. എൻഗൾഫിംഗ് പാറ്റേണിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബുള്ളിഷ് എൻഗൾഫിങ്, 2 ബെയറിഷ് എൻഗൾഫിങ്. ഓക്കെ, നമ്മൾ ആദ്യം ബുള്ളിഷ് എൻഗൾഫിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു, ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു എന്ന് വിചാരിക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ ക്യാൻഡിൽ വന്നു, അതായത് ഇതിനെ മൊത്തമായിട്ട് വിഴുങ്ങുന്ന ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? പിന്നെ മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോവും. ഇതാണ് ബുള്ളിഷ് എൻഗൾഫിങ്. ഇനി എന്താണ് ബെയറിഷ് എൻഗൾഫിങ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് മാർക്കറ്റ് ഇങ്ങനെ കയറിപ്പോയി, അവിടെ ഒരു ക്യാൻഡിൽ വന്നു, ചെറിയ ക്യാൻഡിൽ. അതിൻ്റെ തൊട്ടടുത്ത് അതിനെ വിഴുങ്ങാൻ പറ്റിയ ഒരു വലിയ ക്യാൻഡിൽ വന്നു. പിന്നെ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇറങ്ങിപ്പോവും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇതുണ്ടോ മാർക്കറ്റ്? ഇതിപ്പോൾ ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ ഇറങ്ങി വന്നു. അതിനുശേഷം ഇവിടെ നോക്കണേ, ഇവിടെ നോക്കിയാൽ മതി. അതിനുശേഷം അവിടെ ഒരു ക്യാൻഡിൽ വന്നു. ആ ഒരു പുതിയ ക്യാൻഡിൽ മുന്നത്തെ ക്യാൻഡിലിനെ മൊത്തമായിട്ട് വിഴുങ്ങി. അതിനുശേഷം എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് കയറിപ്പോവും. ഇങ്ങനെ കയറിപ്പോയി. ഓക്കെ, ഇതിന് നമ്മൾ എവിടെ നിന്ന് നമ്മൾ വിൽക്കണം? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ലൈന്, ഈ ഒരു ക്യാൻഡിൽസ് മേലെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇതിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആ റെസിസ്റ്റൻസ് എത്താൻ വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ നമ്മൾ ഒഴിവാകണം. ഇതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. അപ്പോൾ ബെയറിഷ് എൻഗൾഫിംഗ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ നിന്ന് ഇതുപോലൊരു വലിയ ക്യാൻഡിൽ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിനെ വിഴുങ്ങുമ്പോൾ പിന്നെ അത് ഇറങ്ങിപ്പോകുന്നു. ഓക്കെ.